നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ച ഈ രണ്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ രണ്ട് ചോദ്യങ്ങളായിരുന്നു ഇത്. ആ രണ്ട് ചോദ്യങ്ങളുടെയും സോഴ്സ് ആദ്യം ഞാൻ പറയാം. ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് വന്ന രണ്ട് ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു ഇത്. ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി പഠിക്കണമെന്ന് ഡിഗ്രി ലെവലുകാരോട് പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഡയറക്റ്റ് വന്ന ചോദ്യങ്ങളാണ് ഇത് രണ്ടും. എന്താണോ ഓർഡർ കടന്നിരുന്നത് അതേ ഓർഡറിൽ തന്നെ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ എഫക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്. രണ്ട്, ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ കർമ്മ പരിധിയിൽ വരാത്തത്, അതല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളും ഞാൻ പറഞ്ഞു ആ പുസ്തകത്തിനകത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ചോദിച്ച രണ്ട് ചോദ്യങ്ങളായിരുന്നു. അപ്പം നമുക്ക് ഇനി വരാൻ പോകുന്ന ആൾക്കാരെ ഇത് കൃത്യമായിട്ട് പഠിക്കാം. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏതാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലുമുള്ള കുറവ്, സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റിവെക്കപ്പെടും, ന്യായാധിപന്മാരുടെ ശമ്പളത്തിലുള്ള കുറവ്, സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. അപ്പം ഫിനാൻഷ്യൽ അടിയന്തര അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 360 ആണെന്ന് നമുക്കറിയാം. ആർട്ടിക്കിൾ 360 പ്രകാരം പ്രസിഡന്റിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അപ്പൊ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 360 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ empowers the president to invoke financial emergency. ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 360 പ്രകാരമാണ്. എന്താണ് ഇതിന്റെ ഗ്രൗണ്ട് ഓഫ് ഡിക്ലറേഷൻ? ഏത് സമയത്ത് പ്രഖ്യാപിക്കാം? ഇഫ് ദ പ്രസിഡന്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് എ സിറ്റുവേഷൻ ഹാസ് അറൈസൺ ഡ്യൂ ടു വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട് ഓഫ് ഇറ്റ്സ് ടെറിട്ടറി ത്രെട്ടൺ. ഏതെങ്കിലും തരത്തിൽ ടെറിട്ടറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവ് തോന്നിയാൽ, അല്ലെങ്കിൽ അപകടാവസ്ഥയാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്ത് പ്രഖ്യാപിക്കാം? ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാം. 38ാമത്തെ അമെൻമെന്റ് ആക്ട് 1975 അതായത് 38th അമെൻമെന്റ് ആക്ട് പ്രകാരം ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഇൻ ഡിക്ലെയറിംഗ് എ ഫിനാൻഷ്യൽ എമർജൻസി ഈസ് ഫൈനൽ ആൻഡ് കൺക്ലൂസീവ് ആൻഡ് നോൺ ക്വസ്റ്റ്യനബിൾ ഇൻ എനി കോർട്ട് ഓഫ് ഓൺ എനി ഗ്രൗണ്ട്. ചോദിക്കാം. ആർട്ടിക്കിൾ അമെൻമെന്റ് 38 ഏത് വർഷം? 75 നമുക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, അറിയാമല്ലോ. അപ്പൊ 1975 38ാം അമെൻമെന്റ് ആക്ട് ഭേദഗതി പ്രകാരം പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ തോന്നിയാൽ, ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാൻ തോന്നിയാൽ, അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയാൽ ഒരു കോർട്ടിനും അല്ലെങ്കിൽ ആർക്കും തന്നെ അദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് അദ്ദേഹത്തിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും. എന്നാൽ 44ാം അമെൻമെന്റ് പ്രകാരം 1978 ഡിലീറ്റഡ് ദ പ്രൊവിഷൻ ആഡഡ് ബൈ ദി 38th അമെൻമെന്റ് ആക്ട് ഓഫ് 1975. 1975 38ാം അമെൻമെന്റ് പ്രകാരം എന്താണ്? പ്രസിഡന്റ് ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെതാണ് ഫൈനൽ തീരുമാനം. അത് ഡിലീറ്റ് ചെയ്ത പ്രൊവിഷൻ ഏതാണ്? 44ാം അമെൻമെന്റ് ആക്ട് ആണ്, 1978. അത് എന്താണ്? വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഈസ് നോട്ട് ബിയോണ്ട് ദ ജുഡീഷ്യൽ റിവ്യൂ. അതായത് കോർട്ടിൽ നമുക്ക് ചാലഞ്ച്, ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് അറിയാലോ, കോർട്ടിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞത് 44ാം അമെൻമെന്റ് ആക്ട് 1978. അപ്പൊ ഈ രണ്ട് പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? കോൺസിക്വൻസ് ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി, അതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഒന്ന് നോക്കാം. ദ യൂണിയൻ ഗവൺമെന്റ് ഷാൾ ഗീവ് ഡയറക്ഷൻ ടു എനി സ്റ്റേറ്റ് ടു ഒബ്സർവ് സച്ച് canons ഓഫ് ഫിനാൻഷ്യൽ പ്രയോറിറ്റി ആസ് മേ ബി സ്പെസിഫൈഡ് ആസ് ഇൻ ദ ഡയറക്ഷൻ. എന്തൊക്കെയാ? President may order the state to reduce the salaries and allowance of all or any class of employees serving in connection with the state of affairs. അതായത് സാലറി വെട്ടിക്കുറയ്ക്കാം, അല്ലേ? പ്രസിഡന്റ് മേ ഓർഡർ, പ്രസിഡന്റിന് ഓർഡർ കൊടുക്കാൻ പറ്റും ടു റെഡ്യൂസ് ദ സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ഓൾ. ഒന്നുകിൽ എല്ലാവരുടെയും സാലറി റെഡ്യൂസ് ചെയ്യുക, അലവൻസ് കുറയ്ക്കുക, അല്ലെങ്കിൽ എനി ക്ലാസ് ഓഫ് എംപ്ലോയീസ് സർവിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അങ്ങനെ രണ്ട് രീതിയിൽ പഠിച്ചു വയ്ക്കുക. അതുപോലെ മണി ബിൽസ് ഓർ അതർ ഫിനാൻഷ്യൽ ബിൽ ആർ ടു ബി റിസർവ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ് ആഫ്റ്റർ ദേ ആർ പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റർ ഓഫ് ദ സ്റ്റേറ്റ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അല്ലേ? സാമ്പത്തിക ബില്ലുകൾ, ധനകാര്യ ബില്ലുകൾ, ഫിനാൻഷ്യൽ ബിൽസ് രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് റിസർവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മാറ്റിവെക്കാം. മണി ബിൽ ഓർ അതർ ഫിനാൻഷ്യൽ ബിൽ ആർ ടു ബി റിസർവ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ് ആഫ്റ്റർ ദേ ആർ പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റർ ഓഫ് ദി സ്റ്റേറ്റ്.
അതായത് അനുമതിക്കായിട്ട് മാറ്റിവെക്കാം, അതുപോലെ സാലറി കട്ട് ചെയ്യാം അല്ലെ, ശമ്പളത്തിലും ആനുകൂല്യത്തിലും ഒക്കെ കുറവ് വരുത്താം. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയായി. ഇനി അടുത്തത് എന്താണ്? ഓൾസോ ദ പ്രസിഡന്റ് ക്യാൻ ഇഷ്യൂ ഡയറക്ഷൻ ഫോർ ദ റിഡക്ഷൻ ഓഫ് സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് ഓൾ ഓർ എനി ക്ലാസ് ഓഫ് പേഴ്സൺ സർവിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ അഫയേഴ്സ് ഓഫ് ദ യൂണിയൻ ഇൻക്ലൂഡിംഗ് ദ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അതായത് യൂണിയൻ അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏതൊരാളുടെയും ശമ്പളവും അല്ലെങ്കിൽ അലവൻസസും കുറയ്ക്കാനുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പ്രസിഡന്റിനുണ്ട്. അതിനകത്ത് ആരും വരും? ഇൻക്ലൂഡിംഗ് ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിലെയും സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉൾപ്പെടെ യൂണിയൻ അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും സാലറിയും അലവൻസും കുറയ്ക്കാൻ പ്രസിഡന്റിന് കഴിയും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ന്യായാധിപന്മാരുടെ ശമ്പളത്തിലുള്ള കുറവ് എന്തിനുള്ള പ്രത്യാഘാതമാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതമാണ്. എന്നാൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ താഴോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം സംസ്ഥാനങ്ങളെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റ് പിരിച്ചുവിടുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രത്യാഘാതമല്ലാത്തത് സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റ് പിരിച്ചുവിടത്തില്ല. അപ്പോൾ ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ എമർജൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. നമ്മൾ ചാപ്റ്റർ നമ്പർ 16.11 എന്ന് പറയുന്ന സെക്ഷനകത്ത് ലക്ഷ്മികാന്തിനകത്ത് ഈ എല്ലാ പോയിന്റ്സും കറക്റ്റായിട്ട് കിടപ്പുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുക. 29. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരാത്തത് എന്നാണ് ചോദ്യം. ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ കമ്മീഷൻ ആണ് ചോദിക്കുന്നത്. ഫിനാൻസ് കമ്മീഷന്റെ ഫങ്ഷൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇടയിൽ നികുതി വരുമാനം വീതിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നികുതി വരുമാനം വീതിക്കുക. ടാക്സിനെ ഡിവൈഡ് ചെയ്ത് ആർക്കൊക്കെ കൊടുക്കാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ നമ്മൾ ടാക്സ് ഡിവൈഡ് ചെയ്തെടുക്കത്തില്ലേ? അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയോട് റെക്കമെൻഡ് ചെയ്യുന്ന ജോലി ആർക്കാണ്? ഫിനാൻസ് കമ്മീഷനാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന് നൽകേണ്ടുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് നിർണ്ണയിക്കുന്നതിനുള്ള തത്വങ്ങൾ. ഗ്രാന്റ്സ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് കൊടുക്കത്തില്ലേ? ഓരോ പ്രോജക്ട്സിനും വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് ഓരോ ഫണ്ട് അനുവദിക്കത്തില്ലേ? അതാണ് ഈ ഗ്രാന്റ്സ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർണ്ണയിക്കാനുള്ള തത്വങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് റെക്കമെൻഡ് ചെയ്യുക. അതെന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷന്റെ ജോലിയാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുക. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ, സംസ്ഥാനങ്ങളുടെ ഫിനാൻസ് ബില്ലുകളൊക്കെ ഉണ്ടല്ലോ, അത് അവതരിപ്പിക്കാനുള്ള രീതി ഇന്ത്യൻ പ്രസിഡന്റിന് പറഞ്ഞു കൊടുക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണെന്നാണ് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ ഏകീകൃത സാമ്പത്തിക നിധി അഥവാ കൺസോളിഡേറ്റഡ് ഫണ്ട് കൂട്ടാനുള്ള പ്രക്രിയകളെക്കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുക. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഗവൺമെന്റ് ചെലവാക്കുന്ന ഫണ്ട്, ഗവൺമെന്റ് ഏത് ഫണ്ടിൽ നിന്നാണോ എക്സ്പെൻഡിച്ചറിനെല്ലാം എടുക്കുന്നത് അതിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം സംസ്ഥാനങ്ങളുടെ ഏകീകൃത സാമ്പത്തിക നിധി കൂട്ടാനുള്ള പ്രക്രിയകളെക്കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഫിനാൻസ് കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരാത്തത് എന്നാണ് ചോദ്യം. ഏതെങ്കിലും ഒരെണ്ണമാണോ രണ്ടെണ്ണം? അപ്പോൾ ഇവിടെ ABCD കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ആർട്ടിക്കിൾ 280 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് പ്രസിഡന്റ് ഓരോ 5 വർഷം കൂടുമ്പോഴും ആരെ നിയമിക്കാറുണ്ട്? ഫിനാൻസ് കമ്മീഷനെ നിയമിക്കാറുണ്ട്. പ്രസിഡന്റ് ഓരോ 5 വർഷം കഴിയും തോറും ചാപ്റ്റർ നമ്പർ 45 ഫിനാൻസ് കമ്മീഷൻ ഓരോ 5 വർഷം കൂടുന്തോറും ആരെ നിയമിക്കാറുണ്ട്? 280 പ്രകാരം ഫിനാൻസ് കമ്മീഷനെ നിയമിക്കാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ഫിനാൻസ് കമ്മീഷന്റെ ഡ്യൂട്ടീസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ദ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് നെറ്റ് proceeds of tax which are to be or may be divided between them and the allocation between the state and respective shares of such proceeds. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇടയിൽ നികുതി വരുമാനം വീതിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുന്നത് ആരാണ്? ഇവരുടെ ജോലിയാണ്, ഫിനാൻസ് കമ്മീഷന്റെ ജോലിയാണ്. ടാക്സ് സംസ്ഥാനങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ്, സെൻട്രലിന് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് വീതിച്ച് കൊടുക്കുന്ന റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഫിനാൻസ് കമ്മീഷനാണ്.
ഓപ്ഷൻ ബി നോക്കാം. സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന് നൽകേണ്ടുന്ന ഗ്രാൻഡ് എയ്ഡ് നിർണ്ണയിക്കാനുള്ള തത്വങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുക. ദ പ്രിൻസിപ്പിൾ വിച്ച് ഷുഡ് ഗവേൺ ദ ഗ്രാൻഡ് എയ്ഡ് ഓഫ് ദ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഔട്ട് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. എത്ര പെർസെൻറ്റേജ് ഓരോ പ്രോജക്റ്റിനും കൊടുക്കണം, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഓരോ സ്റ്റേറ്റിനും എത്ര കൊടുക്കണം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ള തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഫിനാൻസ് കമ്മീഷന്റെ ജോലിയാണ്. അതുപോലെ വേറൊരു ചോദ്യം എന്താണ് വന്നിരിക്കുന്നത്? സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുക. അങ്ങനെ ഒരു സംഭവം ഈ കൂട്ടത്തിൽ ഇല്ല. അതായത് സാമ്പത്തിക ബില്ല് അവതരിപ്പിക്കാനുള്ള രീതി, സംസ്ഥാനങ്ങളുടെ രീതി ഒന്നും പഠിപ്പിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ അല്ല. എന്നാൽ ഓപ്ഷൻ ഡി നോക്കുക. സംസ്ഥാനങ്ങളുടെ ഏകീകൃത സാമ്പത്തിക നിധി കൂട്ടാനുള്ള പ്രക്രിയകളെ കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുക. അതായത് ഓരോ സ്റ്റേറ്റിന്റെയും കൺസോളിഡേറ്റഡ് ഫണ്ട്, ഓരോ സ്റ്റേറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൺസോളിഡേറ്റഡ് ഫണ്ട് കൂട്ടാനുള്ള പ്രക്രിയകളെ കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ ബാക്കി രണ്ടെണ്ണം കൂടെ ഉണ്ട്. എനി അതർ മാറ്റേഴ്സ് റെഫർ ടു ദ കമ്മീഷൻ ബൈ ദ പ്രസിഡന്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സൗണ്ട് ഓഫ് ഫിനാൻസ്. അതായത് ഫിനാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, നല്ല ഫിനാൻസിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുക്കാനുള്ള ഡ്യൂട്ടി ഫിനാൻസ് കമ്മീഷനുണ്ട്. അതുപോലെ ദ കമ്മീഷൻ ഷോൾ ഡിറ്റർമൈൻ ദെയർ പ്രൊസീജിയർ ആൻഡ് ഷോൾ ഹാവ് സച്ച് പവേഴ്സ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദെയർ ഫംഗ്ഷൻ ആസ് പാർലമെന്റ് മേ ബൈ ലോ കൺഫർ ഓൺ ദം. അതായത് പാർലമെന്റിന് മുമ്പിൽ പറഞ്ഞിരിക്കണം എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ കേസ് വരുന്ന സമയത്ത് സംസ്ഥാനങ്ങളുടെ ഏകീകൃത സാമ്പത്തിക നിധി കൂട്ടാനുള്ള പ്രക്രിയകളെക്കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ മെഷേഴ്സ് നീഡഡ് ടു ഓഗ്മെന്റ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് എ സ്റ്റേറ്റ് ടു സപ്ലിമെന്റ് ദ റിസോഴ്സ് ഓഫ് ദ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി ഇൻ ദ സ്റ്റേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഫിനാൻസ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ് ഇവിടെ റെക്കമെൻഡേഷൻ വെക്കുന്നത്. അതായത് ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്, സെന്ററിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് എല്ലാ റവന്യൂ, അതായത് കിട്ടുന്ന ഒരു രാജ്യത്ത് കിട്ടുന്ന റവന്യൂ എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. അതുപോലെ റീപേയ്മെന്റ്, ലോണ് കൊടുത്തിട്ടുള്ള ലോണിന്റെ എല്ലാം റീപേയ്മെന്റ് എമൗണ്ട്, അതുപോലെ ട്രഷറി ബിൽ, അതായത് ലോൺ എടുക്കുന്ന ലോണിന്റെ എമൗണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്നതാണ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ 266 കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് പറയുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റവന്യൂ, വരുന്ന റവന്യൂ, അതുപോലെ ലോൺ എടുക്കുന്ന പൈസ, അതെല്ലാം എന്തിനകത്താണ് വരുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ടിനകത്താണ്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഇന്ത്യയിലെ, അതായത് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ ആയാലും ഗവൺമെന്റിന്റെ ചെലവുകളെല്ലാം എടുക്കുന്നത് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അപ്പം ഈ സംസ്ഥാനങ്ങളുടെ ഏകീകൃത സാമ്പത്തിക നിധി കൂട്ടാനുള്ള പ്രക്രിയ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ് ഇവിടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നുള്ള ഈ ഒരു ഫണ്ട് എടുക്കത്തില്ലേ, അത് കൂട്ടാനുള്ള പ്രോസസ്സിനെ പറ്റിയിട്ട് റെക്കമെൻഡ് ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആയിരിക്കും. അപ്പം അതും ഫിനാൻസ് കമ്മീഷൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് അതും ശരിയാണ്. എന്നാൽ ഓപ്ഷൻ സി തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. സോ 3 ഓപ്ഷൻസ് ശരി, ഒരു ഓപ്ഷൻ തെറ്റാണ്. ഞാൻ പറഞ്ഞു ഇത് 45ാമത്തെ ചാപ്റ്ററാണ് ഫിനാൻസ് കമ്മീഷൻ, അതൊന്ന് നോക്കാം. അതുപോലെ ഏറ്റവും മുകളിൽ പറഞ്ഞത് നമ്മുടെ എമർജൻസി പ്രൊവിഷൻ, ഫിനാൻഷ്യൽ എമർജൻസി 60.11 എന്ന് പറയുന്ന പാഠത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ടെലഗ്രാമിൽ പേജിൻ്റെ ഫോട്ടോ എടുത്ത് ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.